വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് ഡാൽഗോണ കേക്ക് ആയിട്ടാണ് വന്നത്. തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. അതിൽ വലിയ പാടൊന്നുമില്ല, എല്ലാം എളുപ്പമായിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രീ മിക്സ്ചർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ആദ്യം 3 മുട്ടയാണ് എടുത്തത്. അപ്പം ആ പാക്കറ്റിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്, എങ്ങനെയാണ് പ്രൊസീജിയർ. ഇതിൻ്റെ അകത്ത് ഓവനോ ഒന്നും വേണ്ട, നമുക്ക് സാധാരണ സോസ് പാനിലാക്കാൻ പറ്റും. ഇതിന് ഞാൻ ബീറ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. ആദ്യം 3 മുട്ട പൊട്ടിച്ചിട്ട് നല്ലോണം ബ്രിസ്കർ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1.5 കപ്പ് വെള്ളം, അതായത് 275 മില്ലി, അതിൻ്റെ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യാം. എത്ര എമൗണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിപ്പം 1 കിലോ കേക്കിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് 275 മില്ലി തണുത്ത വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ല വിസ്കർ വെച്ച് നല്ലോണം പത വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിനകത്ത് 80 മില്ലി ഓയിലും കൂടി ചേർക്കാൻ പറയുന്നുണ്ട്. അപ്പം ഒരു ചെറിയ നമ്മൾ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ നോക്കിയിട്ട് ഈ പ്രീ മിക്സ്ചർ ഈ മുട്ടയിൽ നമ്മൾ വെള്ളമൊക്കെ മിക്സാക്കി വെച്ചതില്ല അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സാക്കി നല്ല പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. നല്ലവണ്ണം മിക്സ് ആയതിനു ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് വേണം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം അത് നല്ല കുമിളൊക്കെ കൂടി നിന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്നും കൂടി മിക്സ് ചെയ്ത്, അധികം മിക്സ് ചെയ്യാറ്, ഒന്ന് ചെറുങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഒരു പാനിൽ ഒരു ചെറിയ പീസ് ബട്ടർ ഒഴിച്ച് നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വേണം ഉപയോഗിക്കാൻ. അപ്പം എല്ലാം മൊത്തമായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ്ചർ ഇതിൻ്റേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലാവണേ, ലോ ഫ്ലെയിം. ഇനി ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കിക്കാം. അത് ഞാനിവിടെ അൽമറയിൻ്റെ ക്രീമാണ് എടുത്തത്, വിപ്പിംഗ് ക്രീം. അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം, എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രിസ്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്റ്റിക്കായിട്ട് വരുന്ന വിധത്തിലാക്കിയിട്ട് എടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. നടുക്കൊക്കെ ഒന്ന് നോക്കിയാൽ അതിനകത്ത് സ്റ്റിക്കിനകത്ത് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ആയിട്ടില്ല എന്നാണ് അർത്ഥം. ഇതിനകത്ത് ഇപ്പോൾ പറ്റിയിട്ടൊന്നും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് കേക്ക് റെഡി ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ മറിച്ചിട്ടതിന് ശേഷം കണ്ട നല്ല സ്പോഞ്ച് പോലെ ആയിട്ട് കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് രാത്രി ആക്കിയതാണ്. അപ്പോൾ അത് കൂളാകാൻ വേണ്ടിയിട്ട് രാവിലെ വരെ വെച്ചു. അതിന് ശേഷം രാവിലെ ആയപ്പം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. ഷുഗർ കേക്ക് 2 കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പും വെച്ച് ഒന്ന് കേക്ക് സോഫ്റ്റാക്കി. അതിന് ശേഷം ഞാൻ ക്രീം ഇപ്പോൾ ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പോക്കാണ്. ക്രീമിൻ്റെ കൂടെ ഞാൻ കോഫി സിറപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. ചോക്ലേറ്റും കോഫി ഈ മിക്സ്ചറും കൂടി മിക്സാക്കി വെച്ച് ഡാൽഗോണോൻ്റെ അതേ സ്റ്റൈലിൽ ആക്കി വെച്ച് ഞാൻ കുറച്ച് സിറപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്.
കേക്കിൽ മൊത്തമായിട്ട് ക്രീമൊക്കെ പുരട്ടി എന്നിട്ട് നമുക്കൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഡാൽഗോണ കോഫി ക്രീം എങ്ങനെ റെഡിയാക്കാം. ഇതിന് മേലെ കേക്കിന് മേലെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയാണ് ആക്കേണ്ടത് ഞാൻ മുമ്പിൽ ഡാൽഗോണ കോഫീൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയ ചുരുക്കത്തിലൊന്ന് കാണിച്ചു തരാം. 2 ടീസ്പൂൺ കോഫി, ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര, ഇളം ചൂട് വെള്ളം. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല പതപ്പിച്ച് കൊണ്ടുവന്ന് നല്ല ക്രീം ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതുവരെ അടിച്ചെടുക്കാം. ബീറ്ററോ ബ്രിസ്കറോ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് വരെ ഒന്ന് അടിച്ചെടുക്കാം. എന്നാൽ അപ്പൊക്കെ നമ്മൾ ഈ വിസ്കർ വെച്ച് അടിക്കുന്നത് കുറച്ച് ടൈം എടുക്കും. നല്ല ക്രീം കണ്ടത് ഇപ്പം നല്ല തിക്കായി വരുന്നുണ്ട്. ഈ രൂപത്തിൽ വരും. കേക്കിൻ്റെ മേലിലോട്ട് ഈ കോഫി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. വലിയ ഡെക്കറേഷനൊന്നും ഇതിനകത്ത് ഞാൻ ചെയ്യുന്നില്ല. അതിന് ടൂൾസും സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. നാട്ടിലാണെങ്കിൽ ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഫുൾ ചുറ്റിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കിറ്റ്കാറ്റ് പീസും ചെറീസും ബദത്തിനെല്ലാം കൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതോടെ എൻ്റെ ഈ ഡാൽഗോണ കേക്ക് റെഡിയായി. ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്തെടുക്കുക. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോമ്പൊക്കെ അടുത്തുകൊണ്ട് കുറച്ച് ജോലി തിരക്ക് അധികമാണ്. അപ്പം ഇൻഷാല്ലാ ഇനി അടുത്ത റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ കാണാം. അതുവരെ ബായ്. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.